ഇത് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവുക. എവിടേക്കാണെന്നറിയോ? കുണ്ടോട്ടിയിലുള്ള ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ഡയാലിസ് സെൻ്ററിലേക്ക് പോവുക. ഇന്ന് ഞങ്ങളെ ഫാമിലി മൊത്തം ഉണ്ട്. ഞങ്ങളെ സംഘമായി ഇത് കണ്ടോ. പുത്തൻപീടിയേക്കൽ കുടുംബ കാരുണ്യ മുറ്റത്ത് ഞങ്ങളെ മൊത്തം അങ്ങനെ എന്നാലും എൻ്റെ ഭാര്യ വീട്ടിൽ നിന്നാണ് ഓരോ കുടുംബങ്ങളും ഇവിടെ എത്താറുണ്ട്. നമ്മളെ കുടുംബവും എൻ്റെ കുടുംബം ഇവിടെ വന്നിരിക്കും. എനിക്കിത് വരാനൊരു കാരണമായത് തന്നെ എൻ്റെ പേരക്കുട്ടിയാണ്. എനിക്കൊരു പേരക്കുട്ടിനെ കിട്ടി നോക്കുമ്പോൾ എനിക്ക് തോന്നി. അപ്പം എൻ്റെ മോൻ പറഞ്ഞു, ഉമ്മ നമുക്ക് ഹക്കീക്കത്ത് അറുക്കുന്ന ആ പൈസ നമുക്ക് അളിയൻ്റെ ഡയാലിസ് സെൻ്ററിൽ സംഭാവന കൊടുക്കുക. കേട്ടോ, ഭയങ്കര സന്തോഷമായി. ഒന്നും കൂടെ ഇഷ്ടമായിപ്പോയി. 6 മെഷീനും 21 രോഗികളെയും വെച്ച് തുടങ്ങിയതാണ്. 252 ആണ്. ഇപ്പൊ 252 തുടങ്ങിയത് 6 ആള് വെച്ചിട്ടില്ലേ. കൂട്ടുകാര്, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷിയോ പൂക്കളെ കാണിക്കുക വിളവെടുപ്പോ ഒന്നുമല്ല. ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവുക. എവിടേക്കാണെന്നറിയോ? കുണ്ടോട്ടിയിലുള്ള ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ഡയാലിസ് സെൻ്ററിലേക്ക് പോവുക. ഈ ഡയാലിസ് എന്ന് കേട്ടാൽ തന്നെ പേടിയാണ്. ഡയാലിസ് ഒരാൾക്ക് കിഡ്നിക്ക് അസുഖം വന്നു കഴിഞ്ഞാലുള്ള പ്രയാസം പറയണോ? ലക്ഷങ്ങൾ ചിലവാക്കണോ? പിന്നെ ഡയാലിസ് ചെയ്യണോ? അത് 1, 2, 3 അല്ല, ആഴ്ചയിൽ 3 വട്ടം ചെയ്യണം. അങ്ങനെ ലക്ഷങ്ങൾ ചിലവാണ്. ഒരു ഡയാലിസ് രോഗിയായി കഴിഞ്ഞാൽ പിന്നെ ജീവിതം കഴിഞ്ഞു. ദിവസേന പോകും, ഭയങ്കര ലക്ഷങ്ങൾ ചിലവ്. ഇപ്പോൾ കുണ്ടോട്ടിയിലുള്ള ഡയാലിസ് സെൻ്ററിൽ പാവപ്പെട്ട ഇതേപോലത്തെ രോഗികൾക്ക് അവിടെ ഫ്രീ ആയിട്ട് ഡയാലിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കത് ഭീമൻ ചിലവാ. ആ സെൻറ്ററിന് ആരിൽ നിന്നും ഒരു പൈസ വാങ്ങുന്നില്ല, ഈ രോഗികളിൽ നിന്നും കേട്ടോ. ഒറ്റ പൈസ വാങ്ങാണ്ട് അപേക്ഷ കൊടുത്തിട്ട് ഇങ്ങനെ പെൻഡിങ്ങിൽ എത്രയോ ആളുണ്ട്. ഇപ്പോൾ കുറേ പേർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ സെൻറ്ററിലേക്ക് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു തുക ആ സെൻറ്ററിലൊന്ന് സഹായിക്കണം. അപ്പോൾ എനിക്ക് 2 ആൺമക്കളാണല്ലോ. 2 ആൺമക്കളും മെഡിക്കൽ ഫീൽഡിലുള്ളവരാണ്. അപ്പോൾ അവരെന്നോട് പറയും, ഉമ്മ ഡയാലിസിൻ്റെ ഒരു പ്രയാസങ്ങളൊന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് അവരത് നേരിട്ട് കാണുന്നവരാണല്ലോ. അപ്പോൾ ഇത്രയും ഭീമമായ തുക എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ നല്ലൊരു കാര്യമാണല്ലോ ചെയ്യുന്നത്, കാരണം ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ 2ാമത്തെ മോന് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, ഒരു ആൺകുട്ടി. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഒരു പേരക്കുട്ടീനെ കിട്ടി. അപ്പോൾ ഞങ്ങൾ ഇവിടെ പേരക്കുട്ടിക്ക് ഇപ്പം 1 മാസമൊക്കെ ആയി. അപ്പോൾ ഹക്കീക്കത്ത് അറക്കണമല്ലോ മുടിയൽസിലിന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഹക്കീക്കത്ത് അറക്കുന്ന ആ പൈസ ഞങ്ങൾ ആ ഡയാലിസ് സെൻ്ററിലേക്ക് കൊടുക്കാമെന്ന്. നല്ലൊരു നന്മയാണല്ലോ അത്. കാരണം എത്രയോ പാവപ്പെട്ട രോഗികളെ ജീവൻ രക്ഷിക്കുന്നൊരു സ്ഥാപനമാണല്ലോ അത്. അപ്പം ഞങ്ങൾ ഇന്ന് ഡയാലിസ് സെൻ്ററിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് അവിടെ രോഗികളെയും ഡയാലിസ് സെൻ്റർ ചെയ്യുന്നതും എല്ലാം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൂട്ടോ. നമ്മൾ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള സ്ഥാപനം നമ്മൾ സന്ദർശിക്കണോ. പൈസ കൊടുക്കാൻ കഴിയാത്തവരാണെങ്കിൽ നേരിട്ട് പോയി ഒന്ന് കാണണം. നമ്മളതെല്ലാം നോക്കി നമ്മൾ അഹങ്കാരം മൊത്തം നിൽക്കും. അപ്പം നമുക്കൊന്ന് അവിടെ പോവാലോ. എല്ലാം ഞാൻ കാണിച്ചു തരാം. പുറപ്പെട്ടു കേട്ടോ. എനിക്ക് പുറപ്പെടണമെങ്കിൽ എന്തെല്ലാം പണിയുണ്ട്. എൻ്റെ അമ്മ അടിച്ചു വാരണം, ചെടികളൊക്കെ നനക്കണം. ഇന്ന് ഫുഡ് ഉണ്ടാക്കിയില്ല. എന്നിട്ട് ഞാൻ വിചാരിച്ചു വയ്ക്കുന്ന ഫുഡ് കഴിക്കാന്നുള്ളത്. ഉമ്മയുണ്ടല്ലോ കൂടെ. പിന്നെ അത് മാത്രമല്ല, നേരെ ഫുഡ് ഹോട്ടലിൽ കഴിച്ച് നേരെ പോകുന്നത് KMCT KMCT എൻ്റെ മൂത്ത മോനെ കൂട്ടണം. ഓൻ നിർബന്ധമായി ഈ സംഗതിയിൽ, കാരണം ഡോക്ടർ MD ഒക്കെ ആയതല്ലേ, കുറേയൊക്കെ ഓനക്ക് കുറേ തിരിയല്ലോ. അപ്പോൾ മോനെയും കൂട്ടി നേരെ വിടും, ഒക്കെ കാണിക്കൂട്ടോ. ഹോട്ടൽ കണ്ടുപിടിച്ചു. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് റെസ്റ്റോറൻറ്റ് നോക്കി പോന്നതാ. കായൽ റെസ്റ്റോറൻറ്റാ. എന്താ പോയി നോക്കട്ടെ എന്തൊക്കെയാന്നുള്ളത്. എത്തിയതാ ചോറ്, ഇതൊന്നും പേരറിയുന്നില്ല. ഇവിടുന്ന് ഇപ്പം ഉപ്പേരി, പപ്പടം, അച്ചാറ് എല്ലാം ഉണ്ട്. മീൻ ഞാൻ വാങ്ങുന്നില്ല, എനിക്കിഷ്ടമല്ല മീൻ. കഴിക്കട്ടെ കേട്ടോ. ഫുഡെല്ലാം കഴിച്ച് അടിപൊളിയായി ഒക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ ഇനി നേരെ വിടുന്നത് KMCTയിലേക്കാണ്. താങ്ക് യു. വിസിറ്റ് അഗെയിൻ ഗേറ്റ്. ഇതാ ഞങ്ങളെ വയനാടൻ ഗേറ്റ്. അവിടെ എത്തി. വന്ന് ചുരത്തിൻ്റെ പകുതിയായി ബ്ലോക്ക്. ഇങ്ങനെ ബ്ലോക്ക് മെല്ലെ നീങ്ങുന്നു ഇപ്പോൾ വണ്ടി. ഞങ്ങളിനി നേരെ താഴെ ഇറങ്ങുന്നില്ല. ചുരം ഞങ്ങളൊന്ന് 2ാം വളവിന്ന് തുഷാരഗിരി വഴി പോകുന്നത്. എന്നാൽ തിരക്ക് ഒഴിഞ്ഞിട്ടു, പിന്നെ നല്ല റോഡുമാണ്, ഷോർട്ടുമാണ്. മേലെ ബോർഡ് കണ്ടോ, KMCT മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗം. ഇനിങ്ങനെ പോന്ന്
ന്യൂ ബ്ലോക്കിലെത്തണം, ഓർത്തോ വിഭാഗത്തിൻ്റെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ കുണ്ടോട്ടി എത്തി. ഇനി കുറഞ്ഞ ദൂരേ ഉള്ളൂ ഡയാലിസിസ് സെൻറ്ററിലേക്ക്. ഇപ്പം സെൻറ്ററിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. എൻ്റെ അടുത്ത് കാണുന്നില്ലേ വാഹനം, ഈ വാഹനത്തിൻ്റെ ബോർഡ് വായിച്ചു നോക്ക്. ഇതാ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മലപ്പുറം. അത് ഞാൻ വായിച്ചിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്താ അറിയോ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ. ഈ ശിഹാബ് തങ്ങൾ ട്രസ്റ്റിൻ്റെ ചെയർമാനാണ് ജബ്ബാർ ഹാജി. ഞാൻ കാണിച്ചു തരും, പരിചയപ്പെടുത്തി തരും കേട്ടോ. പിന്നെ ഈ സ്ഥാപനത്തിന് മൊത്തം സൗജന്യമാണല്ലോ പാവപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കുന്നത്. അതിൽ കേരളത്തിലെ നമ്പർ 1 സ്ഥാപനമാണ് ഇത്. പിന്നെ തെന്നിന്ത്യയിലെ 1ാം നമ്പറും. പിന്നെ നമ്മൾ മൊത്തം അകത്തൊക്കെ കയറി കാണിച്ചു തരാം കേട്ടോ. നിങ്ങളമാരൊക്കെ പരിചയപ്പെടുത്തി തന്നു. ഇതാണ് എൻ്റെ ഏടത്തിട്ടോ, ഏട്ടത്തി വാ, അനിയത്തിയുണ്ട്. ഇതാ ഇത് അനിയത്തി. ഞങ്ങൾ 3 പെൺകുട്ടികളും 5 ആൺകുട്ടികളാണല്ലോ. അതിൽ എൻ്റെ ഏട്ടത്തി, എൻ്റെ അനിയത്തി ടീച്ചറാണ്, ഏട്ടത്തി ഹൗസ് വൈഫ്. ആകെ ഒരാളെ ഹൗസ് വൈഫുള്ളൂ, ബാക്കി എല്ലാവർക്കും. ഞങ്ങൾ ഇവിടെ കാണാൻ പോകുക, ഉള്ളൊക്കെ ഒന്ന് കാണാൻ പോകുക, എല്ലാ രോഗികളൊക്കെ ഒന്ന് പോവുക. നമ്മൾ ചിരിക്കലൊന്നുമില്ല, ഒക്കെ കഴിഞ്ഞു. ഇന്ന് ഞങ്ങളെ ഫാമിലി മൊത്തം ഉണ്ട്, ഞങ്ങളെ സംഘമാണ് ഇത്. കണ്ടോ, പുത്തൻപീടിയേക്കൽ കുടുംബ കാരുണ്യ മുറ്റത്ത് ഞങ്ങളെ മൊത്തം സംഘമാണ് വരി. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ഇവിടെ എഴുതി വെച്ച് കണ്ടോ ബോർഡൊക്കെ. ഞാൻ ചെയർമാനൊക്കെ നിങ്ങൾക്ക് വണ്ടിയല്ലേ പരിചയപ്പെടുത്തി തന്നുള്ളൂ. ഇതാ ചെയർമാൻ തന്നെ അവിടെ ഉണ്ട് കേട്ടോ, ഞാൻ അത് പരിചയപ്പെടുത്തി തരാം. പിന്നെ ഇതാ ഡയാലിസിസ് സെന്ററിന്റെ മൊത്തം അതാ അവിടെ. ഈ ഒരു വാചകം ഇന്ന് എല്ലാ മലയാളികൾക്കും സുപരിചിതം. ഇരുവൃക്കകളുടെയും പ്രവർത്തനം പൂർണ്ണമായും നിലച്ച അവസ്ഥയിൽ ജീവൻ നിലനിർത്തുന്നതിനായുള്ള ഒരു ഉപാധിയാണ് ഡയാലിസിസ്. നമ്മുടെ എല്ലാമായിട്ടുള്ള ഈ സ്ഥാപനത്തിലെ എല്ലാമായിട്ടുള്ള പ്രിയങ്കരനായ ജബ്ബാറാജി സാഹിബിന്റെ ഭാര്യയുടെ ഫാമിലി, പിള്ളാക്കാരുടെ ഫാമിലി ഇവിടെ ഒരു ഒത്തുകൂടലാണ്. വയനാട്ടിൽ നിന്ന്, കൽപ്പറ്റയിൽ നിന്നും, പത്തയിൽ നിന്നും, വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. നമ്മളൊരു പ്രൗഢവും സമ്പന്നവുമായിട്ടുള്ള ഒരു പ്രത്യേക ചടങ്ങിലാണ്, നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക ചടങ്ങിലാണ് നമ്മുടെ ഇവിടെ സാന്നിധ്യം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ഭാഗ്യം. മറ്റൊന്നിങ്ങനെ വിശദീകരിച്ചപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, വയനാട് മിംസ് ഹോസ്പിറ്റലൊക്കെ ഹോസ്പിറ്റലുകളും ഗവൺമെന്റ് സ്ഥാപനങ്ങളും എഞ്ചിനീയർമാരും അങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ എല്ലാം വിദ്യാസമ്പന്നരായ ഉദ്യോഗസ്ഥരായ നല്ല ഒരു കുടുംബമാണ് ഇന്നിവിടെ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ഗുണം ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ എന്നാലും എൻ്റെ ഭാര്യ വീട്ടിൽ നിന്നാണ് ഓരോ കുടുംബങ്ങളും ഇവിടെ എത്താറുണ്ട്. നമ്മളെ കുടുംബവും എൻ്റെ കുടുംബവും ഇവിടെ വന്നിരിക്കും. പിന്നെ എല്ലാവരും അങ്ങനെ ഓരോ സെക്ഷനായി ഇവിടെ നടത്തുക. അപ്പം ഏതായാലും അല്ലെങ്കില്ല, അന്ന് വയനാട്ടിൽ നിന്ന് വന്നു, ഇവിടെ വന്നു, കണ്ടു. അലിയന്റെ നടത്തിക്കൊണ്ട് പോകുന്ന ഡയാലിസിസ് സെന്ററിനെ കുറിച്ച് നിങ്ങളറിയാം, കേൾക്കാം. സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും കുറെ ആളുകൾ കണ്ടവരുണ്ട്. എന്നാൽ ഇങ്ങനെ കൂട്ടമായി വന്ന് കണ്ടു എന്നത് എനിക്ക് അഭിമാനത്തോടുകൂടി എൻ്റെ ഡയറക്ടർമാരോടും എൻ്റെ സഹപ്രവർത്തകരോടൊക്കെ പറയാം. നിങ്ങളും നിങ്ങളുടെ ഭാര്യയെയും വീട്ടുകാരെയും ഇതിനെ കൊണ്ടുവരണം എന്ന് പറയാൻ എനിക്കൊരവസരമാണ് നിങ്ങൾ ഉണ്ടാക്കി തന്നത്. ഈ ഡയാലിസിസ് സെന്റർ ഞാൻ മറ്റൊക്കെ മുസഫത്ത് പറഞ്ഞു. ഒരു സഹോദരി, ഞാൻ ബ്ലോക്ക് പ്രസിഡന്റ് ആയപ്പോൾ തൊട്ടടുത്ത ഒരു റൂമിൽ ഞാൻ വൈസ് പ്രസിഡന്റ് ഉണ്ട്, കുറെ വനിതാ മെമ്പർമാരുണ്ട്. പള്ളിക്കൽ പഞ്ചായത്തിൽ നിന്ന് ഒരു സഹോദരി വന്ന് പറഞ്ഞു, എൻ്റെ ഭർത്താവ് കിഡ്നി രോഗിയും കിടപ്പ് രോഗിയാണ്, ഒരു വഴിയും മാറുന്നില്ല, കുടുങ്ങിപ്പോയി, ബാപ്പ ജീവിച്ചിരിക്കുന്നു, എന്നിട്ടും എൻ്റെ സ്വത്ത് മാത്രം, ഞങ്ങൾ 6 മക്കളാണ്, അതിൽ എൻ്റെ സ്വത്ത് മാത്രം തിരിച്ചു വന്നു എൻ്റെ ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി. അത് ഇനി ഞാനിപ്പോ ചേലേക്കരയിൽ ഒരു ഹോട്ടലിന്റെ ബാക്കിൽ മറകെട്ടി താമസിക്കാം, ഇനി വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു സഹോദരി പൊട്ടിക്കരഞ്ഞ് ആ കരച്ചില് വൈകിട്ട് എൻ്റെ സഹപ്രവർത്തകരായ വനിതാ മെമ്പർമാര് കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ഒരു പ്രസിഡന്റ് ഇതൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞ ആ സഹോദരിയുടെ സങ്കട കണ്ണുനീരിൽ നിന്നാണ്
ഇങ്ങനെ ഒരു സെന്ററിനെ കുറിച്ച് ചെറുതായി ഒന്ന് തുടങ്ങാൻ കുറിച്ച് ആലോചിച്ചു. കേട്ടിട്ടുണ്ട്, വാട്സപ്പിൽ ഇങ്ങനെ കാണും, സോഷ്യൽ മീഡിയയിൽ കാണും. അങ്ങനെ ഉണ്ടെങ്കിലും കൂടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ എനിക്കിത് വരാനൊരു കാരണമായത് തന്നെ എൻ്റെ പേരക്കുട്ടിയാണ്. എനിക്കൊരു പേരക്കുട്ടിനെ കിട്ടി നോക്കുമ്പോൾ എനിക്ക് തോന്നി. അപ്പം എൻ്റെ മോൻ പറഞ്ഞു, ഉമ്മ നമ്മൾ എല്ലാ സ്ഥലത്തും ഹക്കീക്കത്തൊക്കെ അറുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ മോൻ പറഞ്ഞതിനോട് നമുക്ക് ഹക്കീക്കത്ത് അറുക്കുന്ന ആ പൈസ നമുക്ക് അളിയൻ്റെ ഡയാലിസിസ് സെൻറ്ററിൽ സംഭാവന കൊടുക്കാം കേട്ടോ. ഭയങ്കര സന്തോഷമായി, ഒന്നും കൂടെ ഇഷ്ടമായിപ്പോയി. മോനപ്പം എൻ്റെ കുഞ്ഞുവാവനെ ഞാൻ എൻ്റെ കണ്ണിൽ കാണുക ഈ സ്ഥാപനം ഇങ്ങനെ കണ്ടപ്പോൾ. എൻ്റെ മോന് അതിലെ ഗുണം കിട്ടട്ടെ എന്ന്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇവിടെ എത്തിപ്പെട്ടത് ഞാൻ അവിടെ കണ്ടതിലും ചെറിയൊരു വ്ളോഗ് എടുക്കാൻ സൗകര്യം തന്നത് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തും. ഞങ്ങളെ കുടുംബം മൊത്തം പുത്തൻപീടിയക്കൽ തറവാട് മൊത്തം ഇനിയോട് വരാൻ ഉള്ളവരൊക്കെ ഉണ്ട്, നാട്ടിലുള്ളവരെല്ലാവരും ഉണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഡയാലിസിസ് സെൻ്ററിലാണല്ലോ. അതാ ഞങ്ങളെ കുടുംബത്തിൻ്റെ പേരാത് കേട്ടോ, പുത്തൻപീടിയക്കൽ കുടുംബ സംഗമം. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ അത് മറ്റുള്ളവരെ വലത് കൈ കൊണ്ട് അറിയുന്നത് ഇടത് കൈ അറിയരുത് എന്നുള്ള അത്ര അറിയാം, അതൊക്കെ അറിയാം. എന്നാലും ഇതൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അങ്ങനെ ചെയ്യാലോ എന്നൊക്കെ തോന്നൽ വരികയല്ലോ. അപ്പം ഞാൻ കാരണം ഡയാലിസിസ് സെൻ്ററിൽ എന്തെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിൽ അതൊരു വലിയൊരു ഉപകാരമായി മാറുമല്ലോ. ഇപ്പം ഞാൻ കൊടുക്കുന്നത് തന്നെ എൻ്റെ പൊന്നുപോലെ ഒരു കുഞ്ഞുവാവ ജനിച്ചപ്പോൾ അതിൻ്റെ ആ ഹക്കീക്കത്തിൻ്റെ പൈസ ഞാനിവിടെ സംഭാവന ചെയ്യുക. അങ്ങനെ ഓരോരുത്തർ കല്യാണത്തിൻ്റെത് അല്ലേ, വീട്ടുകൂടൽ, അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യം വരുമ്പോൾ അത് ഞാൻ ഒന്നൊരു സംഖ്യ എടുത്തു വെക്കും. അത് ഈ പാവപ്പെട്ട രോഗികൾക്ക് എന്തെങ്കിലും സഹായിക്കോട്ടെ. ഇവിടെ ഫുൾ സൗജന്യമാണല്ലോ, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഇത് വലിയ എന്തിനങ്ങനെ കാണിക്കുന്നതെന്ന് വിചാരിക്കണം, ഒരു പ്രചോദനം ആർക്കെങ്കിലും ഒരു മാറ്റം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞങ്ങൾ ഡയാലിസിസ് സെൻ്ററിൽ വന്നതായിരുന്നു. ഞങ്ങളെ കുടുംബം മൊത്തം ഉണ്ട്. ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ മൂത്ത മോനാണ്, എൻ്റെ ഹസ്ബൻഡാണ്, എൻ്റെ ചെറിയ മോന്. ഞങ്ങൾ കുടുംബം ഇവരെ വൈഫൊന്നും വന്നിട്ടില്ല. ഒരാളുടെ പ്രസവിച്ചെടുക്കാൻ പറഞ്ഞല്ലോ. ഇവിടെ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ രോഗിയായിട്ടല്ല, എസ്തർഷിപ്പാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഇങ്ങനെ കാണിച്ചതാണ്. ഇതിന് പേരൊക്കെ ഇതാ എൻ്റെ വീട്ടുകുടുംബം കേട്ടോ. ഇതാ പുത്തൻപീടിയക്കൽ കുടുംബം, കൊടിയത്തൂർ. ഇതാ കാരുണ്യ മുറ്റത്ത് കുടുംബസമേതം. ഞങ്ങൾ മൊത്തം കാരുണ്യ കുടുംബസമേതം വന്നത്. എല്ലാവരും ഞാൻ കാണിച്ചു തന്നല്ലോ. ഈ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ കയറാൻ പോകുക കേട്ടോ. ഞങ്ങൾ ഡയറക്ടറെ കാണിച്ചു തരാം. എല്ലാം രോഗികളെ എടുത്ത് പോകണമെങ്കിൽ ഞാൻ തന്നെ ഡ്രസ്സ് മാറണം പോലും. എൻ്റെ മേലെ ഡ്രസ്സ് ഇടണം, നോക്കട്ടെ കേട്ടോ. എനിക്ക് അതെന്തൊരു പേടി, ഡ്രസ്സ് മാറി രോഗിയുടെ അടുത്ത് പോകണമെന്നുള്ളത്. കണ്ടില്ലേ എഴുതിയത് PA ജബ്ബാർ ഹാജി ചെയർമാൻ. പേര് ചെയർമാനെ കാണാലോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളെ ചെയർമാനെ പരിചയപ്പെടുത്തി തരാന്നുള്ളത്. ഈ സ്ഥാപനത്തിൻ്റെ അമരക്കാരൻ തന്നെ പറയാ. ഇപ്പോൾ ചെയർമാൻ മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ആളെ തിരിഞ്ഞിട്ടുണ്ടാവും ആരാന്നുള്ളത്. രാഷ്ട്രീയ പ്രവർത്തനത്തിലും ആൾ ഉന്നതി തന്നെയാണ്. ആരാന്നുള്ളത് ഇപ്പം നിങ്ങൾ ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റയിലും എല്ലാം തിളങ്ങി നിൽക്കുന്ന വയനാട് എന്ന് പറഞ്ഞു, ഞാൻ എപ്പോൾ വയനാട് എന്നാണ് പറയുക. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയാണ് ജബ്ബാർ ഹാജി. നമുക്കിനി ഈ ചെയർമാനോട് നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെ ഇവിടുത്തെ തുടങ്ങാൻ കാരണം, എത്ര രോഗികളുണ്ടെന്നൊക്കെ നമുക്കൊന്ന് അറിയാലോ. എൻ്റെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്ന. തുടങ്ങിയിട്ട് ഇപ്പം എത്ര വർഷമായി? 12ാമത്തെ വർഷമാണ്. 12ാമത്തെ. അന്ന് ഇത്ര ഒന്നും ഉണ്ടാവൂല അല്ലേ? അല്ല, അന്ന് 6 മെഷീനും 21 രോഗികളെയും വെച്ച് തുടങ്ങിയതാണ്. അന്ന് ഞാൻ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു. അന്ന് ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു, ഇന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. പിന്നെന്ന് പറഞ്ഞാല് തികച്ചും സൗജന്യം. അതെല്ലാം പറയൂ, നിങ്ങൾ എങ്ങനെ ആളെടുക്കുന്നത്? ഇവിടെ ആളെടുക്കുന്നത് ഇതെൻ്റെ സെക്രട്ടറിയാണ് ഇതിൻ്റെ. അദ്ദേഹം പറഞ്ഞേക്കും, വീട്ടിൽ പറഞ്ഞേക്കും. ഒരു അപേക്ഷ കിട്ടിയാൽ, അപേക്ഷ ഇവിടെ ഇഷ്ടംപോലെ 400ഓളം അപേക്ഷ ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് ഗ്യാപ്പ് വരുമ്പം ഞങ്ങൾ 2-3 ആളുകൾ വരുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് എഴുതി പോകും. വീട്ടിൽ പോയി കൃത്യമായി അത് മോണിറ്റർ ചെയ്യും. അതിന് അർഹത ഉണ്ടോ, കാര്യങ്ങളുണ്ടോ. ഇവിടെ മറ്റൊന്നും നോക്കൂല, കക്ഷി രാഷ്ട്രീയ ജാതി മതമൊന്നുമില്ല. ജാതി മതം രാഷ്ട്രീയം ഒന്നുമില്ല. അതിന് 100% അർഹതപ്പെട്ട അങ്ങനെ ഒരു സ്ക്രീൻ ചെയ്തിട്ട് അതിന് മാർക്ക് ഇടും. അതിൽ ഏറ്റവും കൂടുതൽ അർഹത പെട്ടെന്ന് എടുക്കേണ്ടതാണ്, അങ്ങനെ ഇടും. അത് നമുക്ക് കിട്ടിയ പരിചയപ്പെട്ടല്ല. തിരക്കിലാണ്, കൂടുതൽ നേരം സംസാരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ 200 എത്ര ആളുണ്ട്? 252 ആള്.
ഇപ്പൊ 252 തുടങ്ങിയത് 6 വെച്ചിട്ടില്ലേ? 21. ഈ സ്ഥാപനത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു മാസത്തിൽ എത്ര ചെലവാകുന്ന പറഞ്ഞേ? ഒരു മാസം 44-44.5 ലക്ഷം രൂപ ശരാശരി. 44 ലക്ഷം രൂപ. കാരണം മൊത്തം സൗജന്യമാണല്ലോ. അത് മാത്രമല്ല ഇവർക്ക് ഭക്ഷണം ഒരു സെന്റർ കൊടുക്കുന്നില്ല, പൂർണ്ണമായി അവർക്ക് ഇഷ്ടമാണ് അവർക്ക് ഭക്ഷണം നമ്മൾ ഫ്രീ കൊടുക്കുന്നത്. കൂട്ടിരിപ്പുകാർക്കുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അവർക്ക് ഏറ്റവും സൗജന്യ നിരക്കിൽ ഭക്ഷണം കൊടുക്കും. 20 ഉറുപ്പിക ഭക്ഷണം. മറ്റതൊക്കെ മറ്റേ രോഗികൾക്ക് ഫുള്ള് ഫ്രീ. ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസം 1.5 ലക്ഷത്തിന് അടുത്ത്. അതാണ് 1.5 ലക്ഷം തന്നെ വരും. 1.5 ലക്ഷം വരും ഒരു ദിവസം. ഇപ്പൊ മനസ്സിലായല്ലോ ഇവിടുത്തെ പണത്തിന്റെ ആ ചെലവുകൾ. അതും തികച്ചും സൗകര്യം നമ്മളാലെ ജനങ്ങളാലാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വ്യക്തമായിട്ട് രോഗികളെയും സ്ഥാപനവും ഇവിടെയുള്ള നടത്തിപ്പും എല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. മുകളിലാണ് പോലും രോഗികളും ഇതിന്റെ സെറ്റപ്പൊക്കെ ഒന്ന് കാണാലോ. കണ്ടു നോക്കുമ്പോൾ എൻ്റെ സൗണ്ടും പോയി. അത്ര എന്തോ ഒരു വല്ലാത്തൊരു ഇടങ്ങറ്. നോക്കിതാ ഇവരാണ്. ഇവരാരാന്ന് പരിചയപ്പെടുത്തി തരട്ടോ. ഇവര് കൂട്ടിരിപ്പ് വന്നവരാ. ഇവരെ കൂടെ ആരാള്ളത്? നിങ്ങളെ ഇവരെ ഭർത്താവിന് കൊറേ ആയി ഇവിടെ വന്നിട്ട്? 5 വർഷമായിട്ട് ഇവിടെ തന്നെയാ. എത്ര ഒരു ആഴ്ചയിൽ എത്ര പ്രാവശ്യം? ആഴ്ചയിൽ 3 പ്രാവശ്യം. നിങ്ങളതോ? വീട് എവിടെയാ? നിങ്ങൾ രാവിലെ അങ്ങ് പോരല്ല? ഞാനിപ്പോ പണിക്ക് പോകണ്ട്. അവിടുന്ന് പണി കഴിഞ്ഞിട്ട് ഉച്ചക്ക് പോരും. ഞാൻ ഐസ്ക്രീം നേരത്തെ ഹസ്ബൻഡ് അങ്ങ് പോകും. ഉച്ചക്ക് പോരും. ഞാൻ പിന്നെ ഇത് കഴിയുമ്പോഴാണോ ക്ഷീണം ഉണ്ടാവും? കഴിഞ്ഞിറങ്ങുമ്പോ പിന്നെ അത് തീരെ വയ്യാതെ വരുമ്പോ ഒരു കുഴപ്പമുണ്ടാവും. കുഴപ്പമൊന്നുമില്ല. വണ്ടി ഓട്ടിയാണ് ഏട്ടൻ വരിക. പോകുമ്പോ ഭയങ്കര ക്ഷീണമായി. നിങ്ങൾക്ക് 5 വർഷമായി ഇവിടെ? 2 വർഷമായിട്ടുള്ളൂ. മെച്ചുണ്ട്. കുഴപ്പമൊന്നുമില്ല. നല്ല സുഖമായിട്ട് പോകുന്നുണ്ട്. ഒരു പൈസയും ഒന്നും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പൈസ നമുക്ക് എങ്ങനെയായാലും ഇത്തിരി ചെലവൊക്കെ ഉണ്ടാവില്ല. ആ സാരമില്ല. എന്നാലും നമ്മള് നല്ല സന്തോഷത്തോടെ ഇവിടെ പോകുന്നത്. ഫ്രീ ആയിട്ട്. പ്രൈവറ്റിലാണെങ്കിലോ അവിടെ പൈസ എല്ലാം വേണമല്ലോ. ഇങ്ങനെയുള്ളൊരു സ്ഥാപനം ഉള്ളത് കൊണ്ട് നല്ല ഭാഗ്യം. നമുക്ക് ഇവിടെ ഉള്ള എല്ലാവർക്കും നല്ല ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ. ആമീൻ. നിങ്ങളൊക്കെ പ്രാർത്ഥനയാണ് ഈ സ്ഥാപനം മുന്നോട്ട്. എത്രയോ രോഗിയല്ലേ പാവപ്പെട്ട് ചികിത്സ പ്രൈവറ്റ് പോകാൻ കഴിയാതെ വിഷമിക്കുന്നവര്. ഇപ്പൊ 2 ആളുകളൊക്കെ രാവിലെ പോയി നിസ്കരിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. എല്ലാ സൗകര്യവും ഉണ്ട്. വിശ്രമ റൂമുണ്ട്, നിസ്കാര റൂമുണ്ട്, ഫുഡിന് സൗകര്യം. ഫുഡിന് ഇവർക്ക് കൂട്ടിരിപ്പുകാർക്ക് കുറച്ച് പൈസ എന്താ മതി. ബാക്കിയുള്ളവർക്കൊക്കെ ഫ്രീ. അവർക്ക് ഫ്രീ. ശരി. എല്ലാം അതുവരെ നിങ്ങൾ ഇവിടെ ഇരിക്കും. AC ഇട്ട് ഇവിടെ ഇരിക്കുക. ചൂടും അറിയണ്ട. എല്ലാ സൗകര്യങ്ങളും ഞങ്ങളത് പരിചയപ്പെട്ടാണ്. ഇപ്പം കാണിച്ചു തന്നില്ല ഒരു യൂണിറ്റ്. അതുപോലെ 5 യൂണിറ്റ് ഉണ്ട് ഇവിടെ. അപ്പം എല്ലാ യൂണിറ്റും കാണിച്ചു തരണ്ടല്ലോ. ഒക്കെ രോഗികൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെയാണല്ലോ. അപ്പം 5 ഇവിടെ 1 അങ്ങനെ മേലെ ഉണ്ട്. 1 ഞങ്ങളെ കാണിച്ചു തന്നുള്ളൂ കേട്ടോ. മൊബൈൽ ലബോറട്ടറി വാൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളൊക്കെ നാടുകളിൽ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വന്നുകൊണ്ട് അല്ല ഇവരെ നമ്മളെങ്ങനെ വിളിക്കാം? ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഈ നമ്പർ കൊടുക്കും. അപ്പൊ നമ്മൾ നാട്ടുകാരൊരു ക്യാമ്പ് തയ്യാറാണ്. നാട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സംഘടന പാർട്ടി പ്രവർത്തകർക്കൊക്കെ നമ്മളെ ഇത്തരം ക്യാമ്പുകൾ നടത്താൻ നമ്മൾ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. എന്താ പരിശോധിക്കൽ? എന്താ? ബ്ലഡ് കൊടുക്കുക. ബ്ലഡും യൂറിനും എടുത്ത് അവർ നമ്മുടെ നാട്ടിൽ വന്ന് ക്യാമ്പായിട്ട് ഈ വണ്ടിയോട് മൊബൈൽ വാഹനം ഇതിൽ ക്യാമ്പാക്കി യൂറിൻ എടുക്കും, ബ്ലഡ് എടുക്കും. അതുപോലെ തന്നെ ആ ചെയ്യുന്ന സമയത്ത് ആർക്കും വരാതിരിക്കട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിക്കാം. അഥവാ നമുക്ക് കണ്ടുപിടിക്കാനുള്ള മാർഗം. പിന്നെ ഇവർക്കുള്ള ബോധവൽക്കരണ ക്ലാസ് കൊടുക്കും. എന്തെല്ലാം ശ്രദ്ധിക്കണം. നമ്മുടെ നിത്യജീവിതത്തിൽ ഇത് കിഡ്നി രോഗികൾക്കാണ് ഇത് വരിക അല്ലേ? അല്ല കിഡ്നി രോഗികൾക്ക് അത് വരിക. ഇതിന് പിന്നെ ഷുഗർ ഉള്ളവർക്കൊന്നും വേണമെന്നില്ല. വായിക്കുന്നത് നിങ്ങൾക്ക് നല്ല നമ്മക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. നോക്കിട്ടോ. അടി തെറ്റും മുമ്പേ പിടിവള്ളി തേടാം. ആ പിടിവള്ളി എന്താണെന്നറിയോ? ഇതാ കിഡ്നി രോഗങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്താനുള്ള മാർഗങ്ങൾ. ആ മാർഗങ്ങൾ എന്താന്ന് വെച്ചാൽ ഇവര് വന്ന് പരിശോധിക്കും. മൊബൈൽ ICU ഉണ്ട്, മൊബൈൽ ആംബുലൻസ്. ഇവരെന്നിട്ട് നമ്മൾ ക്യാമ്പ് നടത്തുക. ഓരോ നാട്ടിലും ക്യാമ്പ് നടത്തി നമ്മൾ എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട്
ബ്ലഡ് യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്താൽ അതിൽ മനസ്സിലാക്കി എടുക്കാൻ കഴിയും. വന്ന് കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ഇവിടെ വന്ന് രോഗികളെ കണ്ടോടുകൂടെ എൻ്റെ താളം തെറ്റിന്ന് പറയാം. പണ്ടൊക്കെ നമ്മൾ ക്യാൻസർ രോഗത്തെയായിരുന്നു ഭയപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ഡയാലിസിനെയാണ് പേടിക്കുന്നത്. വരുന്നത് നല്ല ആരോഗ്യത്തിലാണ് പോലും. ഇതുകൊണ്ട് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ആള് വേണം. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ കൂട്ടിരിപ്പുകാരെ പറഞ്ഞില്ലേ, അപ്പം അങ്ങനെയല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇത് വരാൻ കുറേ കാരണങ്ങൾ നമ്മളെ ജീവിത ശൈലിയിലുള്ള താളം തെറ്റുകൾ തന്നെയാണ് പറയുന്നത്. ആവശ്യത്തിനുള്ള വ്യായാമമല്ല, ഉറക്കല്ലായിക, ഭക്ഷണ രീതി, അതൊക്കെ ഇതിന് മെയിൻ ഘടക. ഉറക്കല്ലായിക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഞാനടക്കമുള്ളൊരു ഉറക്ക മര്യാദയ്ക്കില്ല. പിന്നെ വേഗം ഹോട്ടലിലേക്ക് കൂടി ഭക്ഷണം കഴിക്കുന്നത്. ഹോട്ടലിൽ പൂട്ടിക്കാൻ പറയുന്നതല്ല കേട്ടോ, അല്ല അങ്ങനെയുള്ള ഓരോ ഭക്ഷണ രീതി തന്നെ മെയിനായിട്ട് തന്നെ. വെള്ളം കൂടി കുറവ്. ഏതായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ സെൻറ്റർ ഒന്ന് സന്ദർശിക്കണം. ഇതുന്നില്ല, ഡയാലിസിസ് സെൻറ്റർ ഒന്ന് സന്ദർശിക്കണം. പണ്ടൊക്കെ ക്യാൻസർ വാർഡ് ഇങ്ങനെ നടന്ന് ഒന്ന് ഇറങ്ങി നോക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ അഹങ്കാരമൊക്കെ നിന്ന് പോകുന്നേ പറഞ്ഞേ. ഇവിടെ വന്നു നോക്കുക, ഡയാലിസിസ് രോഗികളെ കണ്ട പേടിയാകുക. ആർക്കും വരാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇതെന്താണെന്നറിയാം, ഇതെല്ലാം വെള്ളം ശുദ്ധീകരിക്കുന്നത് തന്നെയാണ്. ഇതിനൊക്കെ വ്യത്യസ്തമായ വിലകളാണ്. ഇതിൻ്റെ വില കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇതിന് ലക്ഷക്കണക്കിന്, അതിനൊക്കെ ആയിരക്കണക്കിനൊക്കെ പറയുന്നത്. അതിൻ്റെ ഗുണം ഇതിൻ്റെ ഹൈഡ്രജൻ വാട്ടറാണ് പോലും. ഇതിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായ കണ്ടന്റ് എല്ലാം ഇതിലുണ്ട് എന്നുള്ളത്. അതൊക്കെ ഈ ഡയാലിസിസ് സെൻ്ററിന് മുമ്പിലുണ്ട്. അതാണ് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. ഞാനൊരാളെ പറയട്ടെ, ഞാനൊരാളെ പരിചയപ്പെടുത്തി തരട്ടോ. ഈ വണ്ടിന് വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിങ്ങിൻ്റെ ആരാന്ന് പറഞ്ഞേ? ഞാനിവിടുത്തെ ലാബിലത്തെ സ്റ്റാഫാണ്. ലാബിൽ സ്റ്റാഫ് ഇല്ലേ? പേരെന്താ? വസീം. വസീം, ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രേക്ഷകർ ഒന്ന് അറിഞ്ഞോട്ടെ എന്താന്നുള്ളത്. ഓരോ വീട്ടിലെ കിണറും വരും. അതെ, നമ്മളിപ്പോ ഒരു നാട്ടിലേക്ക് പോയിട്ട് ഒരു ക്ലബ്ബുകാരോ അല്ലെങ്കിൽ ഒരു നാടിന്റെ കമ്മിറ്റി, അങ്ങനെ ഒരു കമ്മിറ്റികള് ഇങ്ങനെ ക്യാമ്പ് നടത്തും, കുടിവെള്ള പരിശോധന ക്യാമ്പ്. അങ്ങനെ നമ്മളൊരു നാട്ടിലേക്ക് എത്തിയിട്ട് അവിടുന്ന് ആൾക്കാർ കൊണ്ടുവരും. എല്ലാവരും കിണർ വെള്ളമായിട്ട് വരും, നിങ്ങളടുത്തേക്ക് വരും. ക്യാമ്പിന്റെ അടുത്തേക്ക് വരും. നമ്മളൊരു ലാൻഡ്മാർക്കിലാണ് കൊണ്ടുവരുന്നത്. മദ്രസ എന്നൊരു സ്കൂൾ ക്യാമ്പ് ഉണ്ടാക്കി സൗകര്യം ചെയ്തു തരും. അതെ, അവര് ഇങ്ങോട്ട് ആൾക്കാർ ഓരോരുത്തരും ഓരോ വീട്ടിലെ ആൾക്കാരും രാവിലെ ഒരു 9 മണിക്ക് വെള്ളയിട്ട് വരും. എന്നിട്ട് നമ്മൾ അവിടുന്ന് കുറച്ച് ടെസ്റ്റുകൾ അല്ല അവിടുന്ന് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അതിനുള്ളൊരു പരിഹാര മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കും. അതൊക്കെ ഈ ഡയാലിസിസ് രോഗം വരാതിരിക്കട്ടെ എന്നുള്ളതിന്റെ മുൻകരുതലുകൾ അതുവരെ ഈ സ്ഥാപനത്തിലുണ്ട്. അതാണ് ഇത്. അടുത്ത വണ്ടി വേറൊന്ന് കണ്ടല്ലോ, കിഡ്നി പരിശോധിക്കാൻ വേണ്ടി. അതിനും നമ്മള് ഓരോ ക്യാമ്പ് നടത്തും. അപ്പൊ കിഡ്നി പരിശോധിക്കുന്നത് ബ്ലഡ് എടുക്കും. യൂറിൻ എടുക്കും, ബ്ലഡ് എടുക്കും. അതിൽ ബ്ലഡിൽ ക്രിയാറ്റിനും യൂറിൻ ചെക്ക് ചെയ്തിട്ട് നോക്കാം. അതായത് ഏർലി സിംറ്റംസ്, നമ്മൾ കിഡ്നി രോഗം ഉണ്ടെങ്കിൽ ആദ്യം നമുക്ക് ബ്ലഡിലൂടെ അറിയാൻ പറ്റും. തുടക്കം നമുക്ക് ബ്ലഡിലൂടെ അറിയാൻ കഴിയും. ക്രിയാറ്റിനും യൂറിൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കിഡ്നി രോഗം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. ഇപ്പം നിങ്ങൾ കേട്ടല്ലോ, ഇവിടുത്തെ ഓരോ സംവിധാനങ്ങളും കണ്ടല്ലോ, രോഗികൾ കിടക്കുന്ന, പിന്നെ കൂട്ടത്തിൽ കൂട്ടിരിപ്പുകാർ പറയുന്നത് കേട്ടു, എല്ലാം ഞങ്ങൾ കാണിച്ചു തന്നു. ഞങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശവും ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ആർക്കെങ്കിലും ഇതെല്ലാം കണ്ടിട്ട് ഒരു മനംമാറ്റം വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ഇവരെ സഹായിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ ഗൂഗിൾ പേ നമ്പർ വെക്കുന്നുണ്ട്. പിന്നെന്താ വെക്കാൻ പറ്റുന്നുള്ളത്? ഗൂഗിൾ പേ മാത്രമല്ലേ, വേറെ എന്താ മൊബൈൽ നമ്പർ? ഈ നമ്പർ അതും കാണിച്ചു. ഈ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്പർ ഞങ്ങൾ താഴെ വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാ സൗകര്യവും രോഗികൾക്ക് അതുണ്ട്. ഫുഡിന്റെ ഒക്കെ പറഞ്ഞു. അപ്പൊ നമ്പറുകൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എൻ്റെ ഡയാലിസിസ് സെന്ററിലെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.